അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഞാനിതാ കിച്ചണിലോട്ട് കയറുകയാണ്. കാരണം വേറെ വഴിയൊന്നുമില്ല, ഇന്നിപ്പോൾ നൈറ്റ് തുടങ്ങുകയാണ്, ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനിതാ നേരത്തെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. പുട്ടൊക്കെ കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നൈറ്റിലേക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വേണം എന്താ പറയുക ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ അമ്പാടിനെ ഒന്ന് സൈഡാക്കി ഇരുത്താം, അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒരു മുട്ടായൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ അജേട്ടന് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നിപ്പോൾ ചോറൊക്കെ ആക്കണമായിരുന്നു. വേറെ ഒന്നുമല്ല, നൈറ്റിൽ തുടങ്ങുമ്പോഴത്തേക്ക് ദോശയ്ക്കൊക്കെ അരച്ച് എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ അജേട്ടൻ ഇന്ന് രാത്രി അരച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എന്താ പറയുക ചോറിന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എവിടെയൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുട്ടൊക്കെ നനച്ച് അതൊക്കെ കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുതിർന്നിട്ട് വേണം പുട്ടും കുറ്റിയിലേക്ക് നിറച്ച് വെക്കാനായിട്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴുകി വൃത്തിയാക്കുമായിരുന്നു. പിന്നെ രാവിലെ ഉണ്ടാക്കിയ കുറച്ച് കറി ഉണ്ടായിരുന്നു കേട്ടോ, ചെറുപയർ കറി കുക്കറിലുണ്ടായിരുന്നു. ഇനി അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അതൊക്കെ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ, ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഫിഷ് മസാലയും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ കൈവച്ച് ഞരണ്ടുമായിരുന്നു കേട്ടോ. അമ്പാടിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് എൻ്റെ അരിയത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇന്ന് കൈ മുറിയുകയും ചെയ്തു, അതുകൊണ്ട് നല്ല പണിയായിരുന്നു കേട്ടോ. എനിക്ക് ഇതൊന്നും കുഴച്ചെടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫിഷ് മസാലയൊക്കെ ചേർത്ത് ഞാനിത് നല്ല പോലെ ഇന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് പൊരിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറി ഉണ്ടാക്കാം, അതായിരുന്നു എൻ്റെ പ്ലാൻ കേട്ടോ. അങ്ങനെ ഞാനിതാ അത് കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുത്തിട്ട് കൈവച്ച് നല്ലപോലെ ഞരണ്ടുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു വിരൽ എന്താ പറയുക ഞാൻ ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ്, ഒരു കൊക്കപ്പുഴ കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അത് മാഗ്നേറ്റ് ചെയ്തത് ഒരു സൈഡിലേക്ക് വെച്ച് വീണ്ടും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം എടുക്കുകയാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഇപ്പം പുറത്ത് നല്ല കാറ്റും മഴയുടെ കോളുണ്ടെങ്കിലും മഴ ഒട്ടും ഒരു തുള്ളി പോലും പെയ്യുന്നില്ല കേട്ടോ. ഞാൻ അവിടുത്തെ എന്താ പറയുക എനിക്ക് ഈ മഴ സീസൺ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു തുള്ളി പോലും മഴ ഇപ്പോൾ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴെങ്കിലും വല്ല ചിനിങ്ങിക്കൊണ്ടിരിക്കും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് ഞാനിതാ പാനിലേക്ക് എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് അമ്പാടി തല കണ്ട് അതേപോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് നോക്കിയിട്ട് എന്തൊക്കെയോ സംസാരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മോൻ ഇഷ്ടമാണ് ഈ കിച്ചണിൽ വന്നിട്ടാകുമ്പോൾ ഞാൻ പാചകം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് കളിക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവൻ്റെ അടുത്ത് മിണ്ടിയും പറഞ്ഞും കൊണ്ടാണ് ഞാൻ ഇത് കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ പാനാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ 1-2 പാത്രങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചീനച്ചട്ടിയും പിന്നെ ഒരു മീൻ പൊരിക്കാനുള്ള ഒരു എന്താ പറയുക തവയും ഒരു ദോശക്കല്ലും ഒക്കെ മേടിച്ചു. നോൺ സ്റ്റിക്കിൻ്റെ 1-2 പാത്രങ്ങൾ മുൻപ് മേടിച്ചിട്ടുണ്ട്. 1-2 വർഷങ്ങളാവാറായിട്ടുണ്ട്. എന്നാലും അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാത്രങ്ങൾ ഇങ്ങനത്തെ എന്താ പറയുക കാസ്റ്റാൻഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് ആദ്യമായിട്ടും നമുക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എണ്ണയൊക്കെ സെറ്റാക്കി എല്ലാം എന്താ പറയുക തൂക്കി കൊടുത്ത് ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി 1-2 ദിവസങ്ങൾ കൊണ്ട് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിമിഷം ഇതിൽ തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ അത് ചെയ്തു. പിന്നെ കൈ നല്ല നീറ്റലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൈയൊക്കെ കഴുകി. പിന്നെ എന്താ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തു. പിന്നെയാണെങ്കിൽ പുട്ടൊക്കെ നമ്മുടെ കുഴച്ച് വെച്ചത് ഓൾറെഡി സെറ്റായിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പുട്ടും കുറ്റിയിലേക്ക് ഞാൻ ഇത് നിറച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കിച്ചണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മണി പ്ലാന്റൊക്കെ പലതരത്തിലുള്ളതൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 1-2 നന്നായിട്ട് വരുന്നുണ്ട്. ഒന്നിങ്ങനെ ചെറുതായിട്ടൊരു എന്താ പറയുക ശോഷിച്ച പോലെയാണ് കേട്ടോ, അത് നന്നാവുന്നില്ല. ഇനിയിപ്പോൾ അതിൽ വേറെ ഒരു പോട്ടുണ്ട്, അതിലേക്ക് നിറച്ച് വെക്കണം കേട്ടോ, സെറ്റാക്കി വെക്കണം കേട്ടോ മണി പ്ലാന്റ്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും അമ്പാടി അച്ചപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വയ്ക്കുമായിരുന്നു കേട്ടോ. എൻ്റെ പുറകെ എന്നെ നടക്കുകയാണ്, ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ കാണിച്ചു തരാം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടേ നോക്കുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ട് മുറ്റൊന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്തെങ്കിലും അവന് വയ്യ, അങ്ങോട്ട് പോകാനിട്ട് ഭയങ്കര എന്തൊരു കുറവാണ്, എന്നാലിട്ട് പോകുന്നുമില്ല കേട്ടോ. ഒരു ചമ്മലോ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെയും പുറകെ വന്നിട്ട് അച്ചപ്പോയി ഇത് തന്നെയായിരുന്നു അവൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ചിക്കൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിടുന്നതിന് പകരം ഞാൻ പാന് വെച്ചൊന്ന് കുലിക്കിയതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കിച്ചണിലോട്ട് വന്ന് ബാക്കിയുള്ള പാത്രങ്ങൾ ഇത് 24 മണിക്കൂർ എനിക്ക് ഈ കഴുകലും തുടക്കലും തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ബാക്കിയുള്ള പാത്രങ്ങളും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്പാടി അമ്മ എന്ന് പറഞ്ഞിട്ട് തന്നെ വലിച്ചു കൊണ്ടുപോകണം കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയുടെ കോളുണ്ടെങ്കിലും എന്താ പറയുക ഇങ്ങനെ
കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അമ്പാടി എന്നെ ഇങ്ങനെ പിടി വലിയായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് എന്താ പറയുക, കുറച്ച് സമയം കിച്ചണിലിരിക്കും, പിന്നെ അവൻ്റെ പുറകെ നടക്കണം, അവനോട് കളിക്കണം, ഇതൊക്കെയായിരുന്നു. പക്ഷെ എനിക്ക് ഫുൾ ടൈം അതിനുള്ള സമയമില്ല. അങ്ങനെ ഞാൻ ഇതപ്പോൾ ഒരു ഭാഗത്തുനിന്ന് പുട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനങ്ങനെ പുറകിലോട്ട് ജസ്റ്റ് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പായ ഇങ്ങനെ എന്താ പറയുക കുലച്ച് നിൽക്കുന്നുണ്ട്. ഇനി അതൊക്കെ പറിച്ച് കൊണ്ടാക്കണം കേട്ടോ. അതിനൊന്നും സമയമില്ല. അപ്പം ഞാൻ വെച്ചു പിന്നെ നോക്കിയിട്ട് പറിക്കാമെന്നുള്ളത്. കിളികൾ എന്തെങ്കിലും കൊത്താനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ NH കാണാൻ കഴിയുന്നത് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോകുന്നതായിരിക്കും മേ ബി. അങ്ങനെ ഞാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചു. നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം പുറത്തിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അമ്പാടി എൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചെരുപ്പൊക്കെ ചവിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതായിട്ട് ചെറുതായിട്ട് പൊരിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊരുവിധം ഞാനിത് തേച്ച് കഴുകി അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. അപ്പോഴത്തേനും സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പാടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നൈറ്റിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ കിടക്കാൻ നേരത്ത് ആ ചേട്ടനും എന്തെങ്കിലും കൊടുത്തോളും. പുട്ടും ഇതേപോലെ കറിയാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്തെങ്കിലും ഞാൻ കഴിക്കുമ്പോൾ അവനും കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് മഴ സീസൺ ആയതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി അതിന് ശേഷം അവനും കൊടുക്കുമായിരുന്നു, ഞാനും കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. സമയം 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല മാങ്ങാച്ചാറും ഇന്ന് അതിനൊരു ചിക്കൻ ബിരിയാണിക്കൊപ്പം കിട്ടിയതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈവച്ച് ചീച്ചിട്ട് ഞാൻ കഴിച്ചു. അവന് മാങ്ങാച്ചാറ് പുളിക്കുന്നതൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. ഇത് പുറത്തുള്ള ഒരു കാഴ്ചയാണ്, ഒരു നീലിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഴയിട്ട് വലിയ കാര്യത്തിൽ പെയ്തുമില്ല. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. നൈറ്റിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ലഞ്ച് ബോക്സിലേക്ക് എടുത്ത് വെച്ചു. പുട്ടും കറിയായിരുന്നു ഇന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ ഞാനിതാ തിളപ്പിച്ചതുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു എല്ലാം ബാഗിലൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്, മുടിയൊക്കെ കെട്ടി സെറ്റായി. അങ്ങനെ ഞാനിതാ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് എന്നും അജേട്ടനും അമ്പാടിയാണ് കൊണ്ടുപോയി വിടുന്നത്. കാരണം എന്തോ ഒരു വിഷമമായിരിക്കും കേട്ടോ നൈറ്റിൽ പോകുമ്പോൾ. അങ്ങനെ അമ്പാടി മഴയൊക്കെ ഉള്ളത് കാരണം ഏട്ടനാണെങ്കിൽ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു മുൻപ് അമ്പാടിയുടെ ടൂറൊക്കെ ഉണ്ടായിരുന്നില്ലേ, കണ്ണൂർ വിസ്മയിലൊക്കെ പോയിട്ടുള്ള സമയത്ത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ക്യാപ്പൊക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ അത് തലയിൽ വെച്ച് കൊടുത്തു. പിന്നെ അത് വെച്ച് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇന്നിപ്പോൾ നൈറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.